അക്കിക്കാവ് ജംഗ്ഷനിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. ഒരാഴ്ചക്കിടെ മരിച്ചത് 2 പേർ. അമിത വേഗതയാണ് അപകടങ്ങൾക്ക് കാരണം. സുരക്ഷാ സംവിധാനങ്ങൾ പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. തൃശൂർ കടവല്ലൂർ റോഡ് നവീകരണ പ്രവൃത്തികളുടെ ഭാഗമായി 2 വർഷത്തിലേറെയായി പ്രവർത്തനരഹിതമായ സിഗ്നൽ ലൈറ്റുകൾ ഇന്നും പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് നാട്ടുകാരുടെ പ്രധാന പരാതി. റോഡ് നിർമ്മാണം പൂർത്തിയായിട്ടും സീബ്ര ക്രോസിംഗ്, മുന്നറിയിപ്പ് ബോർഡുകൾ, വാഹനങ്ങളുടെ വേഗം നിയന്ത്രിക്കുന്ന സംവിധാനങ്ങൾ, CCTV ക്യാമറകൾ, രാത്രികാല സുരക്ഷാ ക്രമീകരണങ്ങൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാത്തത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നതായി പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ ദിവസം പുലർച്ചെ അക്കിക്കാവിൽ ലോറിയിടിച്ച് 24-കാരനായ ഇരുചക്രവാഹന യാത്രികൻ മരിച്ചിരുന്നു. ആ ദുരന്തത്തിന്റെ ഞെട്ടൽ മാറും മുമ്പാണ് ചൊവ്വാഴ്ച രാത്രി കോഴിക്കോട് നിന്ന് എറണാകുളത്തേക്ക് പോവുകയായിരുന്ന KSRTC ലോ ഫ്ലോർ ബസ് നിയന്ത്രണം വിട്ട് റോഡരികിലെ പൂട്ടിക്കിടന്ന കടയിലേക്ക് ഇടിച്ചുകയറി ഡ്രൈവർ എറണാകുളം കുമ്പളങ്ങി സ്വദേശി 49 വയസ്സുള്ള ജോർജ് P. ജോസഫ് മരിച്ചത്. യാത്രക്കാരുൾപ്പെടെ 8 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സംസ്ഥാനപാതയും ബൈപ്പാസ് റോഡും സംഗമിക്കുന്ന അക്കിക്കാവ് ജംഗ്ഷൻ പ്രദേശത്തെ ഏറ്റവും തിരക്കേറിയ കേന്ദ്രങ്ങളിലൊന്നാണ്. സമീപത്തെ ക്ഷേത്രം, സ്വകാര്യ ഡെന്റൽ, എഞ്ചിനീയറിംഗ്, B.Ed കോളേജ് എന്നിവിടങ്ങളിലേക്കായി ദിവസേന 100 കണക്കിന് വിദ്യാർത്ഥികളും ജീവനക്കാരും ഭക്തജനങ്ങളും കാൽനടയായും ഇതുവഴി സഞ്ചരിക്കുന്നുണ്ട്. കോഴിക്കോട് ഭാഗത്തുനിന്ന് എത്തുന്ന വാഹനങ്ങൾ അക്കിക്കാവ് ഹൈസ്കൂളിന് സമീപത്തെ ഇറക്കം പിന്നിട്ട ശേഷം അതിവേഗത്തിൽ എത്തുന്നതാണ് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്ന കാരണം. അതേസമയം കഴിഞ്ഞ ദിവസം കടവല്ലൂർ കല്ലുംപുറത്ത് വാഹനങ്ങളുടെ വേഗത നിയന്ത്രിക്കുന്നതിനായി റംബിൾ സ്ട്രിപ്പുകൾ സ്ഥാപിച്ച നടപടി മാതൃകയാക്കി അക്കിക്കാവിലും സമാന സംവിധാനങ്ങൾ ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം.